ഇവിടെ ഒരു ചേട്ടനും അനിയനും ഭയങ്കര സ്നേഹത്തിലാണ്. ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത്, വെള്ളം അടിക്കുന്നത്, മൂവി കാണുന്നത് എന്ന് പറഞ്ഞ് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടത്തിയമ്മ വന്നതോ അനിയൻ ഒറ്റക്കായി. ചേട്ടന്റെ സ്നേഹമെല്ലാം അവളോടായി. കുടുംബ ഭരണം തന്നെ ചേട്ടത്തിയായി. ക്യാഷിനു വേണ്ടി അവളുടെ അടുത്ത് കൈ നീട്ടേണ്ട അവസ്ഥയായി. അവസാനം ഇവനോട് ജോലിക്ക് വരെ പോകാൻ പറഞ്ഞു. വേറെ ഒരു നാട്ടിലേക്ക് അയച്ചു. പെട്ടെന്നൊരു ദിവസം ചേട്ടൻ വിളിച്ചതും ഓടി വന്ന് നോക്കിയാൽ ചേട്ടനൊന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടത്തിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് അറിയുന്നത്. പഴയ പോലെ രണ്ടുപേരും ജോലി ആയിരിക്കാമെന്ന് വിചാരിച്ചതും ചേട്ടത്തിയുടെ കൂടെ നീയും പോകണമെന്ന് പറഞ്ഞ് ഷോക്ക് കൊടുത്തു. അവള് ഏകദേശം ഒരു പട്ടാള ചിട്ടയിലാണ് നടക്കാറ്. വേറെ ഒരു വഴിയില്ലാതെ ചേട്ടത്തിയുടെ കൂടെ പോയി. അവിടെ പോയത് നോക്കിയാൽ വീട്ടിലേക്ക് പാല് കൊണ്ടുവരുന്നത്, കുക്ക് ചെയ്യുന്നത്, ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്, തുണി അലക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാ ജോലിയും ഇവനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അതിലും ഭ്രാന്ത് കയറി ഇവനും നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ ഒരു പെണ്ണ് തടഞ്ഞു നിർത്തി. കയ്യിലൊരു റോസ് കൊടുത്ത് പ്രൊപ്പോസ് ചെയ്തു. അന്തം വിട്ടിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന പ്ലാൻ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് ആ പെണ്ണ് ആരാണെന്ന് തിരയാൻ തുടങ്ങി. അവൾ വെറുതെ കളിയാക്കാൻ പറഞ്ഞതാണോ ശരിക്കും പറഞ്ഞതാണോ എന്നറിയാതെ ഭയങ്കര സംശയത്തിലാണ്. എന്നാൽ അവള് ശരിക്കും ലവ് ചെയ്യാണെന്ന് പ്രൂവ് ചെയ്തു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ഇവൾ ചേട്ടന്റെ ഭാര്യയുടെ അനിയത്തിയാണ്. ചേട്ടന്റെ കല്യാണത്തിന് അവനെ കണ്ടത് മുതൽ ഇവനെ ലവ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നാട് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പ്രേമിക്കുന്ന കാര്യം ചേട്ടത്തിയമ്മ അറിഞ്ഞതും അനിയത്തിയെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇതോടെ ദേഷ്യം വന്ന ഇവനും ഇവിടെ വിട്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴാണ് അവന്റെ ചേട്ടത്തി ഇവനക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെ കുറിച്ച് അറിയുന്നത്. ഇത്ര കാലമായിട്ട് അവളോട് ദേഷ്യത്തിലിരുന്ന ഇവനും അവളുടെ അടുത്ത് ക്ഷമ ചോദിക്കാൻ ഓഫീസിലേക്ക് പോയതും അവിടെ ഒരുത്തന്നെ ഒരു ഗണ്ണ് വെച്ച് അവളെ ഷൂട്ട് ചെയ്യാൻ വന്നു. ഇത് കണ്ട് ഇവനും ദേഷ്യം വന്ന് അവനെ അടിച്ച് എയറിൽ കയറ്റി വിട്ടു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അയാളും ആ നാട്ടിലെ വലിയൊരു ഡോൺ ആയിരുന്നു എന്ന്.